എവിടെ നിന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അളിയൻ്റെ കൂടെ ഒരു വില്ലനായിട്ട് നിന്നൊരു ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം പിന്നെ അല്ലാതെ അതിന് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വരും, ഉറപ്പായിട്ടും കാണാം. പിന്നെ നമ്മൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഭാഷയെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അത്യാവശ്യമൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി റൂത്ത്ലെസ് സ്റ്റാർ ആവുമോ, റൂത്ത്ലെസ് സ്റ്റാർ നാനി അങ്ങനെ വല്ലതും മാറ്റേണ്ടി വരുമോ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു ആക്ഷൻ രംഗങ്ങളും ഈ ഒരു ബ്ലഡ് ഷെഡ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് നാച്ചുറൽ സ്റ്റാർ എന്ന പേര് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ പുള്ളിയുടെ പടങ്ങളെല്ലാം ആക്ഷൻ പടങ്ങളാണ്. പക്ഷേ ഈ പടം ആക്ഷൻ അങ്ങ് അറ്റം എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്കും കാട്ടിൽ വയലൻസ് കൂടുതലാണ്. ഉറപ്പായിട്ട് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നന്നായിട്ടുണ്ട്, കിടിലൻ പെർഫോമൻസ്. സത്യം പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡിലോൺ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കണ്ടില്ലെങ്കിൽ പോലും എല്ലാതരം പ്രേക്ഷകർക്കും ഒരു അങ്ങനെ ഹിറ്റിൻ്റെ മുമ്പത്തെ പാർട്ട് കാണണമെന്നില്ല. ഇവർക്കൊരു സിംഗിൾ മൂവി ആയിട്ട് കാണാൻ പറ്റും. പേരും പ്ലോട്ടും മാത്രമേ ഉള്ളൂ. പ്രത്യേക കേസാണ്, പുതിയ കഥയാണ്. പിന്നെ പഴയ പടത്തിലൊക്കെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിരിക്കും. പക്ഷേ നല്ല പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം കുഴപ്പമില്ല, നല്ല പടം. ഒരേ വയലൻസ് തന്നെ, ഒരേ വെട്ടും കുത്തും. അങ്ങനെ കുഴപ്പമില്ല, ബോറില്ല. ഇല്ല മനസ്സിലാവുന്നുണ്ട്, ബോറില്ല. ഒരേ അടി വെട്ട് കുത്ത് അത് തന്നെ. നാനിയുടെ കഥാപാത്രം കൊള്ളാം, ബോറില്ല പടം കാണാൻ. ആക്ഷൻ മാത്രമേ ഉള്ളൂ. തമിഴാണ് കണ്ടത്. ഡപ്പിങ് കുഴപ്പമില്ല, കറക്റ്റായിട്ടുണ്ട്. പടം കാണാൻ നല്ല പടം. നായികയുടെ റോളും കൊള്ളാം, അവളും പോലീസായിട്ട് തന്നെ പറഞ്ഞു. കുഴപ്പമില്ല, ബോറില്ല, കാണാം. പടം നമ്മൾ ഈച്ചയിൽ കണ്ട നാനിയൊന്നും അല്ല, വേറെ ലെവലാണ് പടം. കിടിലൻ വയലൻസ് എന്ന് വെച്ചാൽ നമ്മളെ മാർക്കോയില അപ്പുറമാണ്. കാരണം മാർക്കോയിൽ നമ്മളെ മൈൻഡ് ഫുള്ള് വയലൻസ് നമ്മൾ ഫുള്ളും ഉണ്ണിമുന്തിന് ഇടി മാത്രമേ കണ്ടുള്ളൂ. ഒരു കഥയായിട്ട് അതിലൊന്നും ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ പടം. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഒരു നല്ലൊരു ക്രൈമാണ്. ഒരു അതിൻ്റെ ബാക്കിൽ കൂടെ പോയി അതിനങ്ങ് അറ്റെത്തി ക്രൈം അങ്ങ് അറ്റം വേറെ ലെവൽ പടമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റോറിയാണ് അതിലുള്ളത്. പിന്നെ ക്ലൈമാക്സിൽ ഒരു ക്യാമിയോ ഉണ്ട്, നമ്മൾ ഒരു കിടിലൻ ക്യാമിയോ ആണ്, ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ക്യാമിയോ ആണ്. ഇതിൽ പടം വേറെ ലെവലാണ്. നാനിയുടെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് ആക്ഷൻ പടം. എപ്പോഴേ മാറ്റണം, പിന്നെ അല്ല അറിയിക്കണം. അപ്പോൾ അടുത്ത റെട്രോയും കൂടെ കയറണം, എന്നാലേ എന്ന് പറയാൻ പറ്റുള്ളൂ. ആക്ഷൻ സ്റ്റാർ ആക്കണമെന്നുണ്ട്, പക്ഷേ വയലൻസ് ഓവറായിട്ടുള്ള നമ്മൾ പ്രതീക്ഷയല്ലോ ഒരു മാർക്കോ ടൈപ്പ്, ആ ടൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ആവറേജ് ലെവൽ തന്നെയാണുള്ളത്. ആക്ഷന് പ്രാധാന്യം നല്ല രീതിയുണ്ട്. ഞാനിൻ്റെ മാസം കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വന്നിട്ടുണ്ട്. കഥയൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്കൊരു പൂർണ്ണ സംതൃപ്തി ലഭിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ടപോലെ റെട്രോ തന്നെ തൂക്കാൻ സാധ്യത ഉണ്ട്. പടം കൊള്ളാം, കുഴപ്പമില്ല. ഇല്ല, ഞെട്ടിച്ചൊന്നുമില്ല. ലാസ്റ്റത്തെ ഒരു ക്യാമിയോ കൊള്ളാം, അല്ലാതെ ബാക്കി ഫൈറ്റ് സീനൊക്കെ കൊള്ളാം, കുറേയൊക്കെ കൊള്ളാം. കഥ കുഴപ്പമില്ലാത്തൊരു കഥ. ഇല്ല, മാർക്കോ ലെവലൊന്നും വന്നിട്ടില്ല. എവിടെയൊക്കെയോ ചെറുതായിട്ടൊന്നും കാണിച്ചു കൊള്ളുന്നില്ലാതെ മാർക്കോ ലെവലൊന്നും വന്നിട്ടില്ല. ഞാനിയുടെ എക്സ്പെക്റ്റേഷനൊക്കെ കൊള്ളാം. പിന്നെ ഫസ്റ്റ് ഹാഫ് പടം കുഴപ്പം, നമ്മൾ കുറ്റം പറയാനുള്ള രീതിയിലൊന്നുമല്ല പടം പോയിട്ടുള്ളത്. പിന്നെ ആവറേജ് മൂവിയാണ് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ. സെക്കൻഡ് ഹാഫ് വയലൻസ് ഉണ്ട്, നല്ല കട്ട വയലൻസ് ആയിരുന്നു. പിന്നെ അതിൽ വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്തിരിക്കണം, കൊള്ളാം. പിന്നെ അതിലൊരു ഏറ്റവും ലാസ്റ്റ് ഒരു സസ്പെൻസായിട്ട് നമ്മുടെ സൂര്യയുടെ അനിയൻ കാർത്തികിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 4ാമത്തെ ഭാഗമുണ്ട് ഇനി. അപ്പോൾ 4ാമത്തെ ഭാഗത്തിൽ ഇതിനെക്കാട്ടി നല്ല ബിൽഡപ്പായിട്ട് വരുന്ന കാര്യം കാർത്തികിനെ കാണിക്കുന്നുണ്ട്. കുറച്ച് ഒരു 2-3 ഡയലോഗ് പ്രസൻസ് ഒക്കെ ഉണ്ട്. ആവറേജ് മൂവിയാണ്, കുഴപ്പമില്ലെന്ന് പറയാം. നമ്മൾ കുറ്റം പറയാനായിട്ടില്ല. നാനിയുടെ ഫൈറ്റിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഡയലോഗ്സും എല്ലാമൊക്കെ കൊള്ളാം. നമുക്ക് അത്യാവശ്യം റൊമാൻസും അതിൽ കാണിക്കുന്നുണ്ട്. ദ മിലിറ്ററി ഓഫ് പോലീസ് അർജുൻ സർക്കാർ. വയലൻസ് ഭയങ്കര വയലൻസ് ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല, വയലൻസ് ഉണ്ട് ബ്രോ. മാർക്കയുടെ ലെവല് അങ്ങനെ പറയണം. മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ പടം തുടങ്ങിയ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വയലൻസ് തുടങ്ങിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇത് പടം തുടങ്ങിയ ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു കുറച്ച് പകുതി ആകുമ്പോഴത്തേക്ക് കുറച്ച് വയലൻസ് ഉണ്ട്.
അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ വയലൻസ് എന്ന് പറയുന്നത്. എല്ലാം കൊള്ളാം. ഞാനിവിടെ സെറ്റ് കുഴപ്പമില്ല. നാനിയുടെ ഇനി പേര് മാറ്റണോ? നാച്ചുറൽ സ്റ്റാർ എന്നല്ലേ ഇനിയിപ്പം ആക്ഷൻ സ്റ്റാർ എന്നൊക്കെ? ആക്ഷൻ സ്റ്റാർ എന്നാകണം. കൊള്ളാം കേട്ടോ, ചെറുക്കൻ കൊള്ളാം. ചെറുക്കൻ കുറച്ചുകൂടെ ബിൽഡപ്പ് കൂടെ വന്നിരുന്നെങ്കിൽ ഒന്നും കൂടെ പൊളിച്ചനായിരുന്നു. അല്ല, ഇത് മണ്ടന്മാരായ വില്ലന്മാരാണ്. മണ്ടന്മാരായ വില്ലന്മാരാകുമ്പോൾ പിന്നെ നമുക്കൊന്നും കേണ്ട. വില്ലന്മാരുടെ കയ്യിൽ തോക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മല്ല യുദ്ധവും കത്തിക്കുത്തൊക്കെയാണ്. അപ്പം പിന്നെ കുറേ ഇടത്ത് ഒരു ക്ലീശയായി പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് അങ്ങനെയാണല്ലോ, അവരെ തോക്കുണ്ടായിട്ടും വില്ലനെ അടിക്കുമല്ലോ. അത് സിനിമകളിൽ സ്ഥിരമാണല്ലോ അങ്ങനെ. എല്ലാം ഉണ്ടെങ്കിലും പിന്നെ അവർ മല്ല യുദ്ധം നമ്മുടെ മെഷീൻ ഗൺ ഉണ്ടെങ്കിലും മറ്റുണ്ടെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം അതായത് ക്ലൈമാക്സിനടുത്ത് കുറച്ച് ക്ലീശയാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓക്കെ, പടം വാച്ചബിൾ എന്നല്ല, പടം അതിരടി മാസ് ആ ഒരു സംഭവത്തിൽ ആ ഒരു ജോണറിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണത്. ഇവര് മാർക്കോ കണ്ടിട്ടാണോ ആക്ഷനൊക്കെ ആ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചത്? എങ്ങനെയാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ എനിക്ക് പടത്തിന് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് മാർക്കോ, ബെഞ്ച് മാർക്ക്. അതെ, മാർക്കോ. പക്ഷേ എനിക്ക് പേഴ്സണൽ ലെവൽ എനിക്ക് തോന്നിയത് മാർക്കോയുടെ കടത്തി വിട്ടിട്ടില്ല. പക്ഷേ നമ്പർ ഓഫ് സീൻസ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കോയെക്കാളും കൂടുതലാണ്. പിന്നെ ചില സീന് വയലൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിപ്പോയി. ആ സീൻ എനിക്ക് ഒഴിവാക്കാമായിരുന്നു, എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. അതാണ്. നാനിയുടെ ഇപ്പൊ നാച്ചുറൽ സ്റ്റാർ എന്നാണ് പേര്, അതിന് ആക്ഷൻ സ്റ്റാർ മാറ്റേണ്ട. ചിലപ്പം ചിലർക്കാണെങ്കിൽ ഒരു പടത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ടൈറ്റിൽ കാണത്തില്ല. അപ്പം അതുപോലെ ഇത് റൂത്ത്ലെസ് സ്റ്റാർ ആയിരിക്കും ചിലപ്പോൾ.